സുൽത്താൻ എന്ന് പറഞ്ഞ സുൽത്താൻ തന്നെ. മന്ത്രിയുടെ പേര് അറിയോ? നല്ല അടിപൊളിയാണ്. ആളെ അതാണ് ഇന്ന് കോൺഗ്രസ്, നാളെ പിന്നെ തൃണമൂല്. അടിപൊളിയാണോ? നമസ്കാരം. കേരള ന്യൂസ് 60 ഇന്നുള്ളത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിലാണ്. മന്ത്രിയെ കുറിച്ച് സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് നോക്കി വരാം. ഒപ്പം അൻവറാണ് ഇക്കുറി UDFന്റെ സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിക്കാൻ പോകുന്നതെന്ന് ചില മാധ്യമ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അൻവറിനെ പറ്റിയും ഇവിടുത്തെ വോട്ടർമാർക്ക്, അതായത് ബേപ്പൂരിലെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കി വരാം. റിയാസിനെ പറ്റി നല്ല അഭിപ്രായമല്ലോ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നല്ല അഭിപ്രായമല്ലേ. ഇവിടെ വികസനങ്ങളൊക്കെ കാര്യമായിട്ട് വന്നിട്ടുണ്ടോ? ഓ, വികസനം തന്നെയല്ലേ ഉള്ളൂ ഇവിടെ കാര്യമായിട്ട് ചെയ്തു വെച്ചത്. എല്ലാം കൊണ്ടും വികസനമാണ്. ഇക്കുറിയും ബേപ്പൂര് ചുവന്ന് തുടിക്കും അല്ലേ? അതുറപ്പാ. നിലവിലെ നമ്മുടെയൊക്കെ അവിടെ കേൾക്കുന്ന റീൽസിൽ മാത്രമേ വികസനം ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള സംസാരമുണ്ട്. അതൊക്കെ വ്യാജപ്രചരണമാണ്. വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കാന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിലൊരു വിഷയമില്ല. മന്ത്രി സജീവമാണ് ഇവിടെ അല്ലേ? സജീവമാണ്, ഏത് സമയത്തും ഇവിടെ തന്നെ ഉണ്ട്. ഈ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഭയങ്കരമാണ്. അൻവർ ഇത്തവണ മത്സരിക്കാൻ വരുന്നുണ്ടെന്ന് കേട്ടല്ലോ. ഒരു കാര്യമില്ല. എങ്ങനെയുണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ? സാർ തന്നെ. ഓ, റിയാസ് ഭായി ഉസാറാ, റോഡ് ഉസാറാക്കി റാത്തായി, കുഴപ്പമൊന്നുമില്ല. അടിപൊളിയായി. മണ്ഡലം ഒപ്പരപോലെ ആൾക്കാർ വരണം മുന്നോട്ടേക്ക്. നമ്മളെ ആവശ്യം നമ്മളെന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കും. അങ്ങനത്തെ ആളാണ്, വേറെ ആൾക്കാരെ മാതിരല്ല. നമുക്കറിയാം ആളെ, അതാണ്. ടൂറിസം വകുപ്പ് മന്ത്രി വന്നതിന് ശേഷം ഒരുപാട് വികസനങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നല്ല ബേപ്പൂർ മണ്ഡലത്തിലും അല്ലാത്ത മണ്ഡലങ്ങളിലാണെങ്കിലും വികസനം വന്നിട്ടുണ്ട്. ബേപ്പൂരിനെ ബേപ്പൂരിന്റെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട്. ആദ്യം വന്ന ആ ഒരു ഇതല്ലല്ലോ ഇപ്പൊ ബേപ്പൂര് എന്ന് പറഞ്ഞാല്. ഒരുപാട് ആളുകൾ വരുമ്പോ എപ്പോഴും ചോദിക്കും പിന്നെ ഇതിങ്ങനെയും മാറിയിട്ടുണ്ടോന്ന്. പക്ഷെ നല്ലൊരു വികസനം തന്നെയാണ് മന്ത്രി കൊണ്ടുവന്നത്. വികസന പ്രവർത്തനം നല്ലോണം നടത്തുന്നുണ്ട് മണ്ഡലത്തിലും എല്ലായിടത്തിലും. ഇനി പൊതുവായിട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ റോഡുകളൊക്കെ ഒന്ന് കാണേണ്ടതാണ്. വടക്ക് ഭാഗത്തേക്ക് പോവുകയാണെങ്കിലും തെക്ക് ഭാഗത്തേക്ക് പോവുകയാണെങ്കിലും അപ്പണികളൊക്കെ നല്ലോണം നടക്കുന്നുണ്ട് കാണുമ്പോ തന്നെ. മന്ത്രി എന്നുള്ള നിലയിൽ ഏൽപ്പിച്ച പണി ഭംഗിയായിട്ട് ചെയ്തോ? ചെയ്യുന്നുണ്ട്. ഓർഡർ അല്ലേ? ഓട്ടറാണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. 5 വർഷം മുഹമ്മദ് റിയാസ് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയോ? ഓ, നല്ല പ്രവർത്തന. ഓ, വീണ്ടും മൂപ്പള തന്നെ വരുള്ളൂ. മന്ത്രി എന്ന നിലക്ക് ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു പെർഫോമൻസ് ആവും. അത്യാവശ്യം ഞാൻ ഒരുപാട് മേഖലയിൽ സഞ്ചരിച്ചപ്പോഴല്ല എല്ലാ ഭാഗത്തും നല്ല റോഡുകളാണ്, നല്ല സൗകര്യമുള്ള റോഡുകളാണ്. എല്ലാം സക്സസ് ആണ്. അയാൾ തന്നെ ജയിക്കുള്ളൂ ഇവിടെ. റിയാസ് കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ചെയ്യുന്നുണ്ട്. ആരെങ്കിലും മരിച്ച വീട്ടിൽ ദുഃഖം കാണാൻ വരും, സ്പോട്ടിലെത്തും. എന്നൊരു കുഴപ്പമില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. മന്ത്രിയായിട്ട് മണ്ഡലത്തിൽ സജീവമാണോ? ഓ, ഇവിടെ അത്യാവശ്യം വികസനങ്ങളൊക്കെ റിയാസ് നടത്തി കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ആണല്ലേ? മൂപ്പർ എങ്ങനെയുണ്ട്? മൂപ്പത് കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ആണല്ലേ? അപ്പൊ ഈ മന്ത്രി മുഹമ്മദ് റിയാസിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം, കുഴപ്പമില്ല. അടിപൊളിയാണോ? ഓ, അടിപൊളി. അൻവർ മത്സരിക്കാൻ വരുന്നുണ്ടെന്ന് കേട്ടല്ലോ. ആദ്യം ആര് മത്സരിച്ചാലും ഇവിടെ മുഹമ്മദ് റിയാസ് ജയിക്കുള്ളൂ, അതിന് യാതൊരു സംശയമില്ല. മന്ത്രി എങ്ങനെയുണ്ട്? മന്ത്രി സാർ അതിനെ കൊണ്ട് നമ്മള് 2000 ഉറുപ്പിക മാസം വാങ്ങണം നമ്മളെ ഭക്ഷണത്തിന്. അങ്ങനെ രണ്ട് ഉപകാരമല്ല നമുക്ക് ചെയ്ത്. നമുക്ക് ഇതുവരെ അങ്ങനത്തെ ഉപകാരം ഒന്നും കിട്ടിയിട്ടില്ല. ഇതുകൊണ്ട് നല്ല ഉപകാരം കിട്ടി. നമുക്ക് തെറ്റ് പറയാനൊന്നുമില്ല മന്ത്രി. ഓക്കെ. ഓ, സുൽത്താൻ തന്നെ. സുൽത്താൻ എന്ന് പറഞ്ഞ സുൽത്താൻ തന്നെ. മന്ത്രി കുഴപ്പമില്ല, വികസനക്കാലം അടിപൊളിയാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് എങ്ങനെയുണ്ട്? ഓ, നല്ല എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട, ഹാപ്പിയാണ്. ബേപ്പൂരിൽ വികസനമൊക്കെ ഉണ്ടോ? വികസനം ഉണ്ടല്ലോ, റിയാസ് വന്നതിന്റെ വികസനം തന്നെയാണല്ലോ ഇവിടെ ഉള്ളത്. ബേപ്പൂര് ഭയങ്കര വികസനമാണ്. റിയാസ് മന്ത്രി എന്നുള്ള നിലയിൽ എങ്ങനെയുണ്ട് റിയാസ്? ഭയങ്കര പെർഫോമൻസ് അല്ലേ. റിയാസ് എന്ന് പറഞ്ഞാൽ മന്ത്രി അല്ലല്ലോ, മന്ത്രിയായിട്ടല്ലല്ലോ വരുന്നത്. സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങി നടക്കുന്ന ആളാണല്ലോ റിയാസ്. അങ്ങനെ ഞാനൊരു മന്ത്രിയാണ് എന്നുള്ളൊരു ഇതൊന്നും അവനില്ല, അങ്ങനെ ഇല്ലാത്ത ഒരാളാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് നല്ലൊരു വ്യക്തിത്വമുള്ള ആളാണ്. അൻവർ ചാഞ്ചാട്ടക്കാരനല്ലേ. ഇന്ന് കോൺഗ്രസ്, നാളെ പിന്നെ തൃണമൂല്, മറ്റന്നാള് പിന്നെ മറ്റേത്, അത് കഴിഞ്ഞാൽ BJP. ഇനി BJP പോലെന്താ ഉറപ്പുള്ളവന്? അൻവറെന്നെല്ലാം പറഞ്ഞ ചാഞ്ചാട്ടക്കാരൻ. അൻവറൊന്നും ഇവിടെ ജയിക്കില്ല. നമുക്ക് എപ്പോഴും മണ്ഡലത്തിൽ കിട്ടുന്ന മന്ത്രിയാണ്. എന്താവശ്യത്തിനും ഏത് കല്യാണ വീട്ടിലാണേലും മരണ വീട്ടിലാണേലും ഒക്കെ ഉണ്ടാവുന്ന മന്ത്രിയാണ്. പിന്നെ അൻവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കേട്ടറിവാണ്. പക്ഷെ എന്നിരുന്നാലും ക്രെഡിബിലിറ്റിയെ കുറിച്ച് പുള്ളിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. നല്ല അഭിപ്രായം. ഇനിയും മൂപ്പരനെ വന്നോന്നാണോ? മുഹമ്മദ് റിയാസ് എങ്ങനെയുണ്ട്? ആള് ഉഷാറാണ്. എല്ലാ മണ്ഡലങ്ങൾ, ഞാൻ ബേപ്പൂർ മണ്ഡലക്കാരൻ തന്നെയാണ്, ഞാൻ കടലുണ്ടിക്കാരനാണ്. ഇവിടെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല വികസനങ്ങൾ തന്നെയാവും. എല്ലാ
ബേപ്പൂരിനെ സംബന്ധിച്ചിട്ട് നല്ല നമ്മളെ ചാലിയം പുളിമൂട് അവിടെ കാര്യങ്ങൾ ടൂറിസമാണ് മെയിനായിട്ട് നല്ലോണം ടൂറിസത്തിന്റെ കാര്യങ്ങളെല്ലാം നല്ലോണം ചെയ്തിട്ടുണ്ട്. മന്ത്രി ആൾ സാറാണ്. റിയാസ് അല്ലാതെ ഇവിടെ ആരും ജയിക്കാൻ സാധ്യതയില്ല. ഒരു വൈബാണല്ലോ. അല്ല പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത്. പാർട്ടി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അയാളെ ജയിക്കൂ. പൊതുവെ തവണ നമ്മുടെ റിയാസിനോട് കൊമ്പ് കോർക്കാൻ വേണ്ടി അൻവർ വരുന്നുണ്ടല്ലോ, എങ്ങനെ നോക്കി കാണുന്നത്? അൻവറിന് ഇവിടെ ഒരു പ്രശ്നമില്ല. അൻവറിന് ഒന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ല. കാരണം അയാൾ ഇന്ന് ഇതിലേക്ക് വരും, നാളെ വേറെ പാർട്ടിയിലേക്ക് പോകും, കുറെ തൃണമൂലായി പോകും. ഇവിടെ ഇപ്പം തൃണമൂലിന്റെ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ഇവിടെ മത്സരിക്കുന്നുണ്ട്. അതിന്റെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പാർട്ടിയിലേക്ക് പോകുന്ന ആളാണ്. അയാൾ ആരും വിശ്വസിക്കില്ല. ഇവിടുത്തെ ജനങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. അൻവറിന് സാധ്യത തീരല്ല. ഇവിടെ അത്യാവശ്യം വികസനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ? ചെറുതായിട്ട് അടിപൊളിയാണ്. പല വികസനം പുളിമൂട്ടിലൊക്കെ ഒരുപാട് വികസനങ്ങൾ ഉണ്ടാക്കി. കുഴപ്പമില്ല, നല്ലൊരു ഇക്കുറി ഇവിടെ ഈ അൻവർ കൂടി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് കേട്ടു. ശക്തമായ ഒരു പോരാട്ടമായിരിക്കും അൻവറും റിയാസുമായിട്ട്. എന്നാലും നമ്മളെ റിയാസിനായിരിക്കും കുറച്ച് മുൻതൂക്കം. ഇവിടെയൊക്കെ കൂടുതൽ വികസനങ്ങളൊക്കെ വരുത്തല്ലോ. സഖാവൊന്നുമല്ല. എങ്ങനെയുണ്ട് മന്ത്രി? എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ്? എങ്ങനെയുണ്ട്? റിയാസൊക്കെ സൂപ്പറാണ്. നിങ്ങളുടെ ഇവിടുത്തെ മന്ത്രിനെ പറ്റി എന്താ പറയാനുള്ളത്? മന്ത്രി കുഴപ്പമില്ല. മന്ത്രി ഇവിടുത്തെ മറ്റേ പാലൊക്കെ ഉസാറാക്കി കൊടുത്തിട്ടുണ്ട്. ആണോ? മന്ത്രിയുടെ പേര് അറിയും? റിയാസ് മന്ത്രി ആണല്ലേ? മുഹമ്മദ് റിയാസിന്റെ പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ വികസനമൊക്കെ ഉണ്ടായത്. മന്ത്രി എന്ന നിലയിൽ സക്സസ് ആണല്ലേ? ഇക്കുറി എങ്ങനെ ഒരു സാധ്യത മത്സരിക്കാൻ? റിയാസ് തന്നെ ഇവിടെ ജയിക്കുള്ളൂ. വികസനമൊക്കെ ഉഷാറാണ് റിയാസിന്റെ. റിയാസിന്റെ ഒരു മിനിസ്റ്റർ എന്ന നിലയിലുള്ള വേണ്ട മാതിരി കൈകാര്യം ചെയ്യുന്നുണ്ട് ഇവിടെ. ഉഷാറാ. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് മൂന്ന് റിയാസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. റിയാസിന് പകരമായിട്ട് പകരം വെക്കാൻ ഇവിടെ പോയി മണ്ഡലത്തിൽ ഇപ്പൊ വേറെ വന്നിട്ട് കാര്യമില്ല. UDF അൻവറിനെയാണ് ഇറക്കുന്നതാണ് കേൾക്കുന്നത്. അൻവറിനൊന്നും ചെയ്യാൻ കഴിയില്ല. അൻവറിന്റെ ഒരു വ്യക്തിത്വം ഇല്ലാത്ത ആളില്ലേ. അൻവറിന്റെ വ്യക്തിത്വം ഇല്ല. റിയാസിന്റെ അടുത്ത് 4 പോലും അൻവർ നിൽക്കാൻ കഴിയില്ല. അൻവർ നിന്ന് കഴിഞ്ഞാൽ അൻവർ 8 നില പൊട്ടുന്നത് യാതൊരു സംശയമില്ല. അയാൾ എന്ത് ഉടായ്പ കളിച്ചിട്ടും കാര്യമില്ല. കാരണം ബേപ്പൂർ മണ്ഡലത്തിൽ നടക്കൂല. ബേപ്പൂർ മണ്ഡലം എന്ന് വെച്ചാൽ കോലീബി കളിച്ചിട്ട് ജയിക്കാത്ത മണ്ഡലമാണ്. അവിടെ പോയി അൻവർ വന്ന് നിന്ന് കാണിച്ചാൽ പറ്റില്ല. അൻവറിന് തന്നെ UDFനകത്ത് എതിരഭിപ്രായം ഉണ്ടല്ലോ. എങ്ങനെയുണ്ട്? ബീച്ചൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഞങ്ങള് പറശ്ശിനിക്കടവില് പോയിട്ട് വരിക. അപ്പൊ വന്നപ്പോ അങ്ങനെ ബീച്ചൊന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങള് തൃശ്ശൂരിന്ന് വരുന്ന. മന്ത്രിയുടെ മണ്ഡലം കൂടി എങ്ങനെയാണ്? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. എന്താണ് മുഹമ്മദ് റിയാസിനെ പറ്റി ഒരു അഭിപ്രായം? നല്ല അടിപൊളിയാണ് മിനിസ്റ്റർ. നല്ല കാര്യങ്ങളൊക്കെ നല്ല കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജനങ്ങൾക്കായാലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ മൂപ്പര കിട്ടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ചെയ്യുന്നുണ്ട്. എന്താ മന്ത്രിയെ പറ്റി നല്ല അഭിപ്രായം. എല്ലാ കാര്യങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ കണ്ടറിഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. മന്ത്രിയെ പറ്റി എന്താ പുതിയ അഭിപ്രായം? മന്ത്രിയെ പറ്റി നല്ല അഭിപ്രായം തന്നെയാണ്. കാരണം നമുക്കറിയാലോ, മൂപ്പര് കൈകാര്യം ചെയ്യുന്ന വകുപ്പായാലും കൃത്യമായിട്ട് ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോ പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾക്ക് മുന്നേ വെച്ച് ഇപ്പൊ ഒന്ന് താരതമ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പാകുന്ന സമയത്ത് നമുക്കറിയാം. നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് മൂപ്പര് ഇത്രയും കാലം നിന്നുകൊണ്ട് ചെയ്തതെന്നുള്ളത്. അപ്പോൾ വളരെ നല്ല അഭിപ്രായം തന്നെയാണ്. അപ്പോൾ ഇനിയും തുടർന്ന് വരേണ്ട ഒരാളെന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്ന അത്രയും ഉറപ്പുണ്ട്. ഇനി വന്നാലും ഇതേപോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. മുഹമ്മദ് റിയാസ് ഉഷാറാണ്. മൂപ്പരുടെ ആ ഒരു എന്താ പറയാ എനർജി നമ്മളെ മന്ത്രിസഭയിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മന്ത്രി എന്നുള്ള നിലക്ക് എപ്പോഴും നമ്മൾക്കെങ്കിലും പ്രിയപ്പെട്ട ആളാണല്ലോ. അതെ. മന്ത്രിയെ പറ്റി എന്താ അഭിപ്രായം? അടിപൊളിയാണ്. നമ്മളിപ്പോ ചെറുപ്പക്കാര് മെയിനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മളെ കൂടെ നിന്ന് നമുക്കനുസരിച്ച് ചെയ്യുന്ന ഒരു മന്ത്രി. ജനങ്ങൾക്കിടയിൽ വന്നിട്ട് നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെ കാര്യങ്ങൾ പഠിച്ച് അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാം. അങ്ങനെ തന്നെയാണ് മന്ത്രി ഇപ്പൊ ചെയ്യുന്നത്. കാരണം ഇവിടെ കാണുന്ന നമ്മളെ ചുറ്റും കാണുന്ന ഓരോ വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാനുള്ളതാണ്. നമ്മളിങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കി എടുക്കാനുള്ളതല്ല, നമ്മൾ കാണാം, നമ്മളെ കൺമുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലൊരു മന്ത്രിയാണ്.